വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്താ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത? അതല്ല ഇന്നത്തെ പ്രത്യേകത ഞാൻ പറയാം ഗൈസ്. ഞങ്ങൾക്ക് ഇന്ന് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ആ റൂമെല്ലാം റെഡിയായി. ഇപ്പോൾ ഓണർ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ മതി, നിങ്ങളെ മതി, വേറെ ആരെയും വേണ്ട. കാരണം ഒരു 10-15 പേര് അവിടെ റൂം നോക്കി അവസാനം റൂം കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ഓണർ വിളിച്ചു പോയി ടോക്കൺ അഡ്വാൻസ് വഹിച്ചിട്ടുണ്ട്. റൂം തപ്പി 2 മാസം നടക്കണം ഗൈസ്. സത്യമായ റൂം കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അൺടിൽ സക്സസ് വരെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന റൂം ഓണർക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്തില്ല, ഓണർക്ക് ഇഷ്ടപ്പെടുന്ന റൂം നമുക്ക് ഇഷ്ടപ്പെടുത്തില്ല, അങ്ങനെയാണ്. പിന്നെ റെന്റ് കുറവാണെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റത്തില്ല, റെന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, നമുക്കത് എന്താ വെച്ചാൽ എടുക്കാനും പറ്റില്ല. അങ്ങനത്തെ പാമ്പ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഏത് റൂമിൽ പോയാലും ഒന്നെങ്കിൽ ടെറസിന്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെ ഭയങ്കര സീനായിരുന്നു. പിന്നെ ഒന്നെങ്കിൽ എന്താ പറയുക, അടുത്തൊന്നും ബസ് റൂട്ടൊക്കെ ഇല്ലാത്ത ഔട്ടറൊക്കെ ആണെങ്കിൽ കുറച്ച് റെന്റ് കുറവാണ്. പക്ഷെ അവിടെ പോയി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ സിറ്റിയിലോട്ട് വരാനോ ഓഫീസിൽ പോകാനോ റൂമിൽ ജോലിക്കൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അതിന് തന്നെ റെന്റ് വണ്ടിക്കൂലി എല്ലാം അവിടെ പോകും. വണ്ടിക്കൂലി തന്നെ റെന്റിനേക്കാളും കൂടുതലാവും. അതുകൊണ്ട് ഞങ്ങൾ ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ റൂം കിട്ടി. ഇപ്പോൾ ഓണർ വിളിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തായാലും അങ്ങോട്ട് പോവാണ്, നമുക്ക് അങ്ങോട്ട് പോകല്ലേ ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ ഇന്നലെ ബർത്ത്ഡേക്ക് എല്ലാ പരിപാടിയും ചെയ്തു തന്ന അപ്സരയാണ്. അപ്സരയുടെ ഒരു ആപ്സ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അത് കുഴപ്പമില്ല. ഇത് ഇന്നലെ രാത്രി വമ്പ സെറ്റപ്പ് ആയിരുന്നു. ഇന്നിവിടെ ഇപ്പൊ കുറച്ച് അലമ്പായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്നലെ രാത്രി അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഫുൾ ഡിസൈനിങ്ങും പരിപാടിയും പിന്നെ ഈ എന്താ പറയാ സ്റ്റേജ് ഡെക്കറേഷനോ ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം. അപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആപ്സ് ക്രാഫ്റ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് എന്തെങ്കിലും പ്ലാനും ഇങ്ങനെ ബർത്ത്ഡേക്കോ പിന്നെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഇങ്ങനെ ഡിസൈനിങ്ങും ബമ്മ സെറ്റപ്പ് ആക്കി തരും. ഇത് അവർ പെട്ടെന്ന് ചെയ്താണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് അവസരം വന്ന് സെറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുക്കും. ഇതാണ് ഇൻസ്റ്റാഗ്രാം ID, ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കണക്ട് ചെയ്താൽ മതി. ബർത്ത്ഡേക്കും പിന്നെ ചെറിയ ഫംഗ്ഷനും ഒക്കെ അപ്സരയെ കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. പ്രോഗ്രാംസ് എല്ലാം കോർഡിനേഷൻ പക്കയായിരിക്കും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. ഇപ്പോൾ എണ്ണിക്കുന്നില്ല കൈ, കസേല ഒട്ടിയിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഇരുന്നോട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബലൂണ് അല്ലേ? ബലൂൺ കൊള്ളാം. ഈ ബലൂൺ നൈസായിരുന്നു. ഓ ആണോ തട്ടുന്നു, തലയിടിക്കില്ലേ? തലയിടിക്കില്ല, കൊള്ളല്ലോ. പൊട്ടനായിരുന്നു ഞാൻ. ഇന്നലത്തെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് പോഞ്ഞ. നല്ല സർപ്രൈസ് ആയിരുന്നു. നല്ല കേക്ക് ആയിരുന്നു. കേക്ക് നല്ല ഭംഗിയുണ്ട്. നല്ല കേക്ക് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആയിട്ട് ചെയ്തൊക്കെ പാളിപ്പോയി. ചാരിക്കുട്ടന്റെ സർപ്രൈസസ് പൊതുവെ പാളിപ്പോറുണ്ട്. എന്റെ അടുത്ത് പോകാൻ ഒരു അടവ് നടക്കുന്നില്ല. ഇന്നലെ കുറെ ട്രൈ ചെയ്ത് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുക. ഇവർക്ക് സർപ്രൈസ് വിധിച്ചിട്ടില്ല. എന്ത് സർപ്രൈസ് പ്ലാൻ ഞാൻ കുളിച്ചു കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പുറത്തോട്ട് പറയും, നീ പുറത്തിറങ്ങണ്ട, അങ്ങനെയൊക്കെ സർപ്രൈസ്. ഗംഗ ഇപ്പൊ പോവണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ എന്റെ തുണി ഉണക്കായിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് ഇത് പോയി തുണി എടുക്കട്ടെ. അപ്പൊ സമ്മതിക്കുന്നില്ല, നീ ഇറങ്ങണ്ട. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല എന്തോ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു എന്നാ എന്തെങ്കിലും പറയണ്ടേ. ഞാൻ പറഞ്ഞ അപ്സൈഡ് റൂമിൽ പോയി എടുക്കട്ടെ. നീ എന്തിനാ എടുക്കുന്നേ? എന്റെ ആവശ്യമില്ല, നീ റൂമിൽ പുറത്തിറങ്ങി പോയത്. അപ്പോഴേ അറിയാം എന്തോ ഉടായി പോട്ടത്. എല്ലാം കണ്ടുപിടിക്കും. അവിടെ അടുത്ത പുറത്തേക്ക് ഒരു സർപ്രൈസ് ഇല്ല, ഒന്നുമില്ല, കേക്ക് പോലും ഇല്ല. ബലൂൺ പിടിച്ചു പഠിക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങള് റൂം കണ്ട് ഇറങ്ങി. ഇപ്പം നൈസായിട്ട് റൂം ഇപ്പൊ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രക്ഷയില്ല. ഇഷ്ടപ്പെട്ടു റൂം? എനിക്ക് അടിപൊളി റൂമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സെറ്റ്. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂടെ ഒരു ദിവസം കേട്ടോ റൂം കിട്ടിയതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് ഈ റൂമിന്റെ കൺഫർമേഷൻ വന്നത്. അപ്പൊ നമുക്ക് റൂമും സെറ്റായി, ബർത്ത്ഡേയും അടിച്ചു പൊളിച്ച്, പിന്നെ കേട്ടോ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച്, റൂമും സെറ്റായി. അപ്പൊ എല്ലാം കൂടെ ഓൾ ടുഗദർ ആയിരുന്നു. അപ്പം എനിവേസ് ഇറ്റ് വാസ് നൈസ്. റൂമിനകമൊക്കെ ഞങ്ങൾ കാണിക്കാം. റൂം കൺഫേം ആണ്. റൂം ഞങ്ങൾ ഡിസംബർ 1st വീക്കിലോട് മാറും. അപ്പോൾ ഞങ്ങൾ റൂമിനകം കാണിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാം ഓക്കെയാണ്. അതൊക്കെ ഞങ്ങൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞാൻ നേരെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ നേരെ ഒരു പാർട്ടിക്ക് പോവാണ്. ഞാൻ കോട്ടെടുത്തില്ല, പൊന്നടിയ കോട്ടെടുത്തില്ല. ഇനി ഞാനിവിടെ നേരെ പാർട്ടിക്ക് പോവാണ്. ഇവിടെ നേരെ ഷിഫ്റ്റിനും പോവാണ്. അപ്പോൾ എല്ലാം ഓക്കെ. അപ്പം നമുക്ക് നേരെ ഹൗസ് പാർട്ടിക്ക് പോവാം. ഓക്കെ. ഹൗസ് പാർട്ടിക്കല്ല, അത് ജസ്റ്റ് ഒരു പാർട്ടി, ഒരു സെൻഡ് ഓഫ് പാർട്ടിയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ നേരെ പാർട്ടിക്ക് പോകണം. സ്ഥലമൊക്കെ രക്ഷയില്ല. ഇപ്പം നല്ല വെയിലും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു റൂമൊക്കെ? ഇഷ്ടപ്പെട്ടോന്നാ? ഒരു രക്ഷയില്ല.
സമാധാനം. റൂം കിട്ടി തന്നെ പകുതി സമാധാനം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ 2 പേരും ഉണ്ടെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ വെച്ച് റൂമൊക്കെ ആയി. ഇനിയിപ്പം നേരെ പാർട്ടിക്കും. അപ്പോൾ നേരെ പാർട്ടിക്കും ഗായ്സ്. അങ്ങനെ ക്രിസ്മസിൻ്റെ ഫുൾ സെറ്റപ്പ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഗിഫ്റ്റൊക്കെ ഇരിപ്പുണ്ട്. ആണോ? ഇത് ഓർമ്മ എടുത്താലോ? നീ ഒരു ഗിഫ്റ്റ് എടുത്തോടി. വേണ്ടേ? ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കുന്നോ? അതാണ്ട് ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് സെറ്റപ്പ്. കൊള്ളാം കേട്ടോ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേളിലൊക്കെ ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ വാരി ഇട്ടുന്നു. ക്രിസ്മസ് ലൈറ്റ് സ്വിച്ച് ഓൺ. ഓ, സ്വിച്ച് ഓൺ ആയിട്ടില്ലടാ. 10th ഓൺ ആക്കത്തുള്ളൂ. ഓണായോ? ക്രിസ്മസ് മാർക്കറ്റ് ബാഗ് വന്നിട്ടാണ്. നാളെ ഓണം അവര്. ഓ പൊളി. അപ്പൊ നാളെ വന്ന് നാളെ മൊത്തം ലൈറ്റ്സ് ഓണായി. ഷോപ്പില്ലേ ഹർട്ട് പോലത്തെ നാളെ ഓപ്പണല്ലേ? അപ്പൊ കാണണം. ഗായ്സ് അങ്ങനെ ഞങ്ങൾ വിശന്ന് വലഞ്ഞ് അവസാനം സബ്വേന്ന് ഒരു ഫുഡ് ലോങ് ഹേർട്ടി ഇറ്റാലിയൻ വാങ്ങിച്ചു. അത് കഴിക്കുകയാണ്. ഫുഡ് കിട്ടിക്കും നല്ലല്ലേ? സ്പൈസിയാണ്. അത് ഞാൻ മനഃപൂർവ്വം വാങ്ങിക്കാം. സ്പൈസി അല്ലല്ലേ? ഗായ്സ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിക്കുകയാണ്. ഇവളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്യുകയാണ്. ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ആളെ ഇല്ല, കുറച്ച് ആൾക്ക്. ഇവിടെ ബസ് സ്ട്രൈക്കാണ്. 1-2 ബസ് അങ്ങാണ്ടേ പോകും. അപ്പോൾ ഞാനാണെങ്കിൽ എന്നെ ഇവിടെ കയറ്റി വിട്ടിട്ട് നടന്ന് റൂമിലോട്ട് പോകണം. അപ്പോൾ അതാണ് പ്ലാൻ. കാരണം ബസ്സില്ല. പുല്ലി 3 മാസത്തേക്ക് സ്ട്രൈക്കാം. 3 മാസത്തേക്ക് അല്ലേ? 3 മാസത്തേക്ക് ബസ് സ്ട്രൈക്ക്. 3 മാസം ബസ്സില്ല. നഹി ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ 3 മാസത്തേക്ക് ബസ് സ്ട്രൈക്ക് ആക്കാൻ അവസ്ഥ വെച്ചത്. ഇവിടെ എല്ലായിടത്തും ഓടുന്ന ഗോനോർത്താണ്. അത് പോയി. ഗൈസ് എനിക്ക് സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. എനിക്കല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സെൻഡ് ഓഫ് ആണ്. അപ്പോൾ എനിക്ക് പോകണം. ഇവിടെ ബസ് സ്റ്റാൻഡിൽ ആക്കിയിട്ട് ഞാൻ പോവാണ്. ഞാൻ പോണേ. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാൻ പാസ് എടുക്കും. അപ്പോൾ ബസ് സ്ട്രൈക്കാണ്. ഞാൻ ഇവിടുന്ന് കുറച്ച് നടന്നു നോക്കണം. ഇവിടെ എനിക്ക് പോകേണ്ട റൂട്ടിലോട്ട് ബസ്സില്ല. അപ്പോൾ ഇവിടെ ആരാധന ഉണ്ടല്ലോ 7 മണിക്ക്. എന്ത് ചെയ്യുന്നു? നേരത്തെ വരാൻ പറ്റുമോ? നോക്കട്ടെ. ഐ ട്രൈ. അപ്പോൾ ശരി, ബൈ. ഗായ്സ് അവള് ഷിഫ്റ്റിന് പോയി. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇപ്പോൾ പാർട്ടിക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി ഞാൻ സ്ഥലങ്ങൾ കാണിച്ചിരുന്നു. നോക്കിയാണ് ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ല ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇതൊക്കെ. 2-3 ബ്രിഡ്ജും അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ നടക്കുന്ന ഇത് കണ്ടോ പാലം. ഞാൻ നടക്കുന്ന പാലം കണ്ടോ? ഈ ഒരു സെറ്റപ്പാണ് ഞാൻ നടക്കുന്ന പാലം. സൈക്ലിസ്റ്റൊക്കെ പോവാം, സൈക്കിളൊക്കെ പോവാം. ഇതിങ്ങനെ ഓൾറെഡി കൺസ്ട്രക്ഷനൊക്കെ ഹാഫായിട്ട് നിൽക്കുകയാണ്. ഇത് പണ്ടത്തെ ബ്രിഡ്ജാണ്. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ? പണിഞ്ഞ് അത് റീകൺസ്ട്രക്ഷൻ ഭാഗമായിട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ? ബ്രിഡ്ജൊക്കെ കണ്ടോ? ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്രിഡ്ജും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ഇത് കണ്ട ബ്രിഡ്ജൊക്കെ ഒരു രക്ഷയില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല വ്യൂ ഉണ്ട്. വൈകുന്നേരം വന്നിന്നുണ്ടല്ലോ വേറെ ലെവൽ. ക്രിസ്മസ് സമയത്തൊക്കെ ഇവിടെ നിന്ന് വന്നിരിക്കണം. അപ്പോൾ ഗായ്സ് സെൻഡ് ഓഫ് പാർട്ടി നടക്കുന്നത് ടട്ടിൽ ബേയിലാണ്. ഞാൻ അന്നേരം കൂടെ കയറാണ്. നോക്കട്ടെ നാലിലുണ്ടോ. ഗായ്സ് സെൻഡ് ഓഫ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എത്തിയത് ഞാനാണ്. ഐ എം ദ ഫസ്റ്റ് വൺ. ഞാനാണ് ആദ്യം എത്തിയത്. ഇപ്പോൾ ടേബിളൊക്കെ ഓൾറെഡി റിസർവ് ആണ്. ടേബിൾസ് ആർ റിസർവ്. എല്ലാം റിസർവ് ചെയ്തിട്ടേക്കാണ്. ഞാനാണ് ആദ്യം എത്തിയത്. ഇവിടുത്തെ മെനു ഒക്കെ ചെയ്തത് ടട്ടിൽ ബേയിലാണ് സംഭവമൊക്കെ. ഞാൻ കാണിച്ചത് ടട്ടിൽ ബേയിലാണ് സംഭവം. ഇവിടെ എത്തിയിട്ടുണ്ട്. കോക്ടെയിൽസ് ഉണ്ട്, മോക്ടെയിൽസ്, പിന്നെ കുറേ കരീബിയൻ റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ്. ഓ ഗ്രേറ്റ്, അടിപൊളി സെറ്റ്. പിന്നെ ഇത് ഇങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്തേക്കണോ? ടേബിൾ അറേഞ്ച്മെൻ്റ് ഒക്കെ. ഇത് സോസാണ്. ഏതോ ബാരൺ വെസ്റ്റ് ഇന്ത്യൻ ഹോട്ട് സോസ്, വെസ്റ്റ് ഇന്ത്യൻ സ്റ്റൈലിൽ ഏതോ സോസൊക്കെയോ സെറ്റ് വെച്ചിട്ടുണ്ട്. ടേബിൾസൊക്കെ ആണ് പക്ക ഒരു രക്ഷയില്ല. അടിപൊളി. ഓ ഇതന്നെടാ കർച്ചീഫ് തോർത്തോ. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരട്ടെ. സീ ദ ആംബിയൻസ്. ഓ ഗോഡ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. നല്ല പൊളി സെറ്റ്. ഫുഡ് നമ്മുടെ ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. വാനില പാഷൻ മൊജിറ്റോ ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇതെന്താ? guava. இது உங்களுக்கு தெரியாது ஆரஞ்சு ஜூஸ். Orange juice with pineapple. Orange juice is pineapple. This is something. There's nothing gritty about it. Oh guys, this is wonderful. Ginger beer. Yes, that's what it is. This looks good. ഇത് കൊള്ളാം കേട്ടോ. Ready for the food? No? You didn't even have a look. Excellent ambience ആണ്. Ambience. How is an ambience? It's good. It's good, no? അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിപ്പം
എല്ലാ പാർട്ടിയും കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ നൈസായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനിയിപ്പം അടുത്ത 2 വ്ളോഗ് വരുന്നുണ്ട്. ആ പുതിയ റൂമിൻ്റെ വ്ളോഗും അതൊക്കെ ഇനി ഹോം ടൂർ അങ്ങനത്തെ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും പീസ്.